നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിൽ കേന്ദ്രത്തെ വിമർശിച്ച് നിയമസഭയിൽ പ്രമേയം പാസാക്കി. ഗുരുതരമായ വീഴ്ചയാണ് പരീക്ഷാ നടത്തിപ്പിൽ ഉണ്ടായതെന്ന് പ്രമേയം അവതരിപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. അതേസമയം ക്രമക്കേടുണ്ടായപ്പോൾ കേന്ദ്രം കാര്യക്ഷമമായി ഇടപെട്ടു എന്ന ഭേദഗതി ഉൾപ്പെടുത്തണമെന്ന് BJP അംഗം വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ശബ്ദ വോട്ടിനിട്ട് ഭേദഗതി തള്ളി. സർ, രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പ്രവേശനത്തിനായുള്ള ഏകീകൃത ദേശീയ പ്രവേശന പരീക്ഷയായ നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകൾ, പരീക്ഷാ കേന്ദ്രങ്ങളിലെ ഭരണപരവും സാങ്കേതികവുമായ വീഴ്ചകൾ, മാർക്ക് നിർണയത്തിലെയും ഫലപ്രഖ്യാപനത്തിലെയും അപാകതകൾ എന്നിവ മൂലം പരീക്ഷയുടെ വിശ്വാസ്യത, സുതാര്യത, നിഷ്പക്ഷത എന്നിവ ചോദ്യം ചെയ്യപ്പെടുന്ന ഗുരുതരമായ സാഹചര്യത്തിലാണ് ഈ പ്രമേയം സഭയിൽ അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്വപ്നങ്ങളെയും ഭാവി ജീവിതത്തെയും നിർണ്ണയിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ദേശീയ പ്രവേശന പരീക്ഷയുടെ വിശ്വാസ്യത ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഉയർന്നു വരുന്ന പരാതികളും അന്വേഷണങ്ങളും കോടതികളുടെ ഇടപെടലുകളും പൊതുസമൂഹത്തിൽ വ്യാപകമായ ആശങ്കയും അവിശ്വാസവും സൃഷ്ടിച്ചിരിക്കുന്ന സാഹചര്യം അതീവ ദൗർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള ഞാൻ ഒറ്റക്കാരി അവിടെ ഒരു പത്രം കാണിച്ചു, ഞാൻ ഇവിടെ ഒരു പത്രം കാണിക്കുക. PSC പരീക്ഷ, ഈ PSC പരീക്ഷയില് എന്ത് സംഭവിച്ചു, അതിനെ കുറിച്ച് എന്താ മിണ്ടാട്ടമില്ലാത്തത്? കാണിക്കുമ്പോ മാത്രമല്ല, പത്രം ഇതും പത്രമാണ്. ഇത് PSC, കേരളത്തിലെ PSC പരീക്ഷയാണ്. ശ്രീ മുരളീധരൻ, ഞാൻ മൂവ് ചെയ്യാം. പാർലമെന്ററി പ്രാക്ടീസ് അറിയാവുന്ന എനിക്കറിയാം സർ. അങ്ങയുടെ ഭേദഗതി മാത്രം മൂവ് ചെയ്യും. ഞാൻ മൂവ് ചെയ്യാം. കൂടുതൽ വിവരങ്ങളുമായി അൽഫ്രഡ് ഡിസൂസ ചേരുകയാണ്. അൽഫ്രഡ്, പല വിഷയങ്ങളിലും എതിർചേരിയിൽ നിന്നിരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിൽ കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ട് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നു, അല്ലേ? തീർച്ചയായും നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് കേരള നിയമസഭയിൽ സർക്കാർ പ്രമേയം അവതരിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് പ്രമേയം അവതരിപ്പിച്ചത്. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വളരെ ദൗർഭാഗ്യകരമായ സംഭവവികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. നിരന്തരം പരീക്ഷയിൽ ക്രമക്കേടുണ്ടാകുന്നു. നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല, ദേശീയ പരീക്ഷാ സംവിധാനം തന്നെ സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള നിയമസഭ പ്രമേയം പാസാക്കിയത്. ഈ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഒക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുകയും അവരുടെ മാനസികാവസ്ഥ പോലും താഴോട്ട് പോകുന്ന രീതിയിലുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. ഈ വിഷയത്തെ ഗൗരവമായി തന്നെ കേന്ദ്രം വേണ്ട രീതിയിൽ നടത്തിയില്ല. ഈ പരീക്ഷയിലെ സുതാര്യതയും കാര്യക്ഷമതയും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 3 വർഷമായി നിരവധി വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം. ഇതാണ് പ്രമേയ അവതാരകനായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ ചൂണ്ടിക്കാട്ടിയത്. ഈ പ്രമേയത്തിൽ പ്രതിപക്ഷം പൂർണ്ണമായും പിന്തുണച്ചു. അതേസമയം BJP അംഗമായ വി മുരളീധരൻ പ്രമേയത്തിൽ ഭേദഗതി ചൂണ്ടിക്കാട്ടി. അതായത് നീറ്റ് നടത്തിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കേന്ദ്രം കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭേദഗതി പ്രമേയത്തിൽ ഈ ഭേദഗതി വരുത്തണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. മാത്രവുമല്ല, UPA സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് നീറ്റ് പരീക്ഷ പോലും റദ്ദാക്കിയിരുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞു. ഈ വി മുരളീധരൻ ഈ പരാമർശത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷം ബഹളമുണ്ടായി. അതേസമയം 3 അംഗങ്ങളാണ് ഭേദഗതി നിർദ്ദേശിച്ചത്. ആ ഭേദഗതി 3 ശബ്ദ വോട്ടിനിട്ട് തള്ളി. ഭേദഗതി ഇല്ലാതെയാണ് കേരള നിയമസഭ ഈ പ്രമേയം പാസാക്കിയത്. ശരി, അൽഫ്രഡ് ഡിസൂസയാണ് നിയമസഭയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.